ഹലോ, ഞാനിപ്പോൾ ഏട്ടൻ്റെ വീട്ടിലാണ് നിൽക്കണേ. കുന്നംകുളത്താണ് ഏട്ടൻ്റെ വീട്. അപ്പോൾ എല്ലാ ദിവസവും ഒരുപോലെ തന്നെ രാവിലെ ചായ കുടിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത് നിങ്ങളായിട്ട് എൻ്റെ ഇന്നത്തെ ദിവസം ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ചപ്പാത്തിയും കൊള്ളിക്കറിയായിരുന്നു. ഒരു 8:30 സമയമൊക്കെ ആയിട്ടുണ്ടാവും. കുളി കഴിഞ്ഞ് ചായ കുടിച്ചു. അത് കഴിഞ്ഞ് റൂമിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ മൂലയ്ക്ക് ഒരു ലോലിപോപ്പ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതും കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി, ഒരു അരമണിക്കൂർ ഉറങ്ങി എണീപ്പോഴേക്കും മധുരം കഴിക്കാൻ തോന്നി. അപ്പോൾ ഒരു ലഡു ഇരിക്കുന്നുണ്ടായിരുന്നു, ആ ലഡു കഴിച്ചു. സമയം ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു സർലാസ് ഉണ്ടാക്കി വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് മോരുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇഞ്ചി നന്നാക്കാം കേട്ടോ. നന്നാക്കാനെടുത്ത ഇഞ്ചി അത്യാവശ്യം കുറച്ച് വലുതായിരുന്നു. നന്നാക്കി കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പകുതി ഭാഗം എടുത്തുള്ളൂ. പകുതി ഭാഗം കൊട്ടയിൽ തന്നെ ഇട്ടു. പിന്നെ സബോള അരിഞ്ഞു. അപ്പോൾ പ്രത്യേകം പറഞ്ഞായിരുന്നു സബോള അത്യാവശ്യം വലുതാക്കി അരിയണം, കടിക്കാൻ പാകത്തിന് കിട്ടണം. സാധാരണ ഞാൻ സബോള അരിയുമ്പോൾ നല്ലോണം നൈസായിട്ട് അരിയാറ്. അപ്പോൾ അത് കാരണം കുറച്ച് പ്രത്യേക ഇൻസ്ട്രക്ഷൻസൊക്കെ ഓരോന്ന് വെക്കുമ്പോഴും എൻ്റെ അടുത്ത് പറയും. ഒരു ആവറേജ് വലിപ്പമുള്ള ഒരു സബോള എടുത്തു. അത് കഴിഞ്ഞ് പച്ചമുളക് അരിയണേ. പിന്നെ എൻ്റെ കയ്യിൽ കാണുന്നത് ചെളിയല്ല കേട്ടോ, നഖത്തിൻ്റെ ഇടയ്ക്ക് കാണുന്നത് കരിക്കലം കഴുകിയിട്ട് കരിയാണ്. അത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി, അതുകൊണ്ട് പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് ഇത്രയും ഇഞ്ചി ഞാൻ എടുത്തോളൂ. ഇഞ്ചി ക്വാണ്ടിറ്റി കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ടേസ്റ്റ് മാറണ്ടെന്ന് വെച്ചു. അങ്ങനെ ഇഞ്ചിയും ചെറുതായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞു. ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ സർലാസ്. കുറച്ച് കുറുകിയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്, അധികം മോരുണ്ടായില്ല. അങ്ങനെ വീണ്ടും ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങി എണീറ്റിട്ടുള്ള കോലാണ് കേട്ടോ അത്. ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കപ്പലണ്ടി മിഠായിയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നു. കപ്പലണ്ടി മിഠായി കഴിച്ചു. അപ്പോഴത്തേക്കും 6:30 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏട്ടൻ വന്നു. മഴയുണ്ടായിരുന്നു അന്നത്തെ ദിവസം. മഴയത്ത് ഞാൻ എന്നിട്ട് വേഗം കൊണ്ട് തോർത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയി വന്നു. ഏട്ടൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, പ്രബി ഏട്ടൻ്റെ വീട്ടിൽ. അവിടുന്ന് അമ്മ ചൂടോടെ പഴംപൊരി ഉണ്ടാക്കി തന്നായിരുന്നു. പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഊണ് കഴിച്ചു. കുറേ കറികളുണ്ടായിരുന്നു. സ്പെഷ്യൽ മുരിങ്ങയില തോരനുണ്ടായിരുന്നു. പിന്നെ എനിക്കെന്നും വാരിത്തരാറാണ് പതിവ്. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടിയിട്ടുള്ള ചോറ് ക്വാണ്ടിറ്റിയാണ് കേട്ടോ അത്. അങ്ങനെ അങ്ങനത്തെ ഒരു ദിവസം കഴിഞ്ഞു. അപ്പോൾ താങ്ക് യു.